കൂടി ഈ അടുത്ത കാലയളവിൽ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അസംതൃപ്തി ഉണ്ട്. ആ അസംതൃപ്തി പല രീതിയിൽ പുറത്തേക്ക് വരുന്നതെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ. ഉദാഹരണത്തിന് സരിത സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് സരിതയെയും ചില രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചില ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കവലകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കക്ഷികളാണ്, ചില യുവജന സംഘടനകളാണ്. രണ്ടാമതായി സരിതയുടെ തന്നെ ചില സ്വകാര്യ നിമിഷങ്ങൾ വാട്സപ്പിലൂടെ പ്രചരിച്ച സംഭവം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിലെ വലിയൊരു വിഭാഗം ഇത്തരം കാര്യങ്ങളിൽ തികച്ചും പുരോഗമനപരമല്ലാത്ത ചില നിലപാടുകൾ പേറുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ? അതെ, ഞാൻ പറയുന്നു, സരിത എന്ന് പറയുന്ന വ്യക്തി ഒരു അഴിമതി കേസിലെ പ്രതിയാണ്, ഒരു സാമ്പത്തിക അഴിമതി കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തെ കാണേണ്ട രീതി ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടാണ്. അല്ലാതെ സരിത എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ ശരീരത്തിന്റെ ഉടലളവുകളെല്ലാം നമ്മളെ ബാധിക്കേണ്ടത്. സരിതയുടെ ശരീരത്തെ, നഗ്ന ശരീരത്തെ ആഘോഷിച്ച ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രണ്ട് വ്യക്തികളുടെ ചുംബിക്കുന്നു, ഒരു സ്ഥലത്തിരുന്ന് ചുംബിക്കുന്നു, അവരുടെ സ്വകാര്യതയിലേക്ക് ഒരു ചാനൽ ക്യാമറ വെക്കുന്നു, ആ സ്ഥലത്തേക്ക് മറ്റൊരു യുവജന സംഘടന ആക്രമണം അയച്ചുവിടുന്നു. അതേ മനോഭാവമാണ് സരിതയെ ആഘോഷിച്ച അതേ മലയാളിയുടെ ഒരു മിനിയേച്ചർ രൂപമായിട്ടാണ് നമ്മൾ യുവമോർച്ചക്കാരന്റെയും അല്ലെങ്കിൽ ആ മാധ്യമ പ്രവർത്തനത്തെയും കാണേണ്ടത്. ദയവായി തുടരുക. ടെലിഫോൺ ലൈനിൽ അപർണ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ് ഇത് ഉയർത്തുന്നത്. ഇതിനർത്ഥം മുൻകാലങ്ങളിലൊന്നും പ്രണയമില്ലായിരുന്നുവെന്നോ മുൻകാലങ്ങളിൽ കാമുകന്മാർ ചുംബിക്കാറില്ലായിരുന്നുവെന്നോ അർത്ഥമില്ല. ഒരു പക്ഷേ സ്വകാര്യ ഇടങ്ങൾ മുൻകാലത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ടാകാം എന്നാണ്. പക്ഷേ ആ സ്വകാര്യതകളെ പോലും അംഗീകരിക്കാൻ ഇന്ന് സമൂഹം തയ്യാറാവുന്നില്ല. പ്രണയത്തെ പോലും അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ഉണ്ടാവുന്നതെന്നാണ് ഹസ്ന പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? തീർച്ചയായും ഹസ്ന പറയുന്നതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് വെറും ഒരു സദാചാര പ്രശ്നമായി കാണാൻ കഴിയില്ല. ഇവിടെ ഭരിക്കുന്നവരുടെ പിൻബലത്തിൽ തന്നെ ആവണം യുവമോർച്ചക്കാർ ഇത് ചെയ്തത് എന്ന് തോന്നുന്നു. എന്തായാലും അവർ പരസ്യമായി ചുംബിക്കുകയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യട്ടെ, അതിനേക്കാൾ അശ്ലീലവും അനാശാസ്യവുമായി തോന്നുന്നത് യുവമോർച്ചയുടെ ഈ നടപടി തന്നെയാണ്. അതുതന്നെയാണ് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഇതൊരു ഫാസിസം തന്നെയാണ് എന്ന് പറയാം. റൈറ്റ് അപർണ. സുധീർ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രണയം അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒന്നാണ്. ഒരു പക്ഷേ ഇന്ന് പുതുതായിട്ട് കോഴിക്കോട്ട് മാത്രമോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഭാഗത്ത് മാത്രമോ ഉണ്ടായിട്ടുള്ള ഒന്നല്ല. കാമുകന്മാർ എല്ലായിടത്തും ആലിംഗനബദ്ധരാവുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ. കോഴിക്കോട്ട് തന്നെ നിരവധി തിയേറ്ററുകൾ, നിരവധി പാർക്കുകൾ, ഈ ഡൗൺ ടൗൺ അല്ലാത്ത കഫേ കോഫി ഡേ പോലുള്ള വലിയ ബ്രാൻഡഡ് കോഫി ഷോപ്പുകൾ, ഇവിടെയെല്ലാം ഇതിൽ കൂടുതൽ സ്വകാര്യത ഇത്തരത്തിൽ കാമുകന്മാർക്കോ സുഹൃത്തുക്കൾക്കോ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും പ്രതികരിക്കാതെ ഈ ഒരു പ്രത്യേക സ്ഥാപനത്തെ ലക്ഷ്യം വെച്ച് താങ്കളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ മുൻപ് മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടിയതുപോലുള്ള മറ്റു ചില താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മറ്റൊരു താല്പര്യങ്ങളുമില്ല. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞല്ലോ ഇവിടെ നടന്ന പ്രശ്നം എന്താണ്. ഇപ്പോൾ ഇവിടെ അപർണ പറഞ്ഞു, ഇവിടെ ഫസ്ന പറഞ്ഞു. അവരെന്താ പറയുന്നത്? അവർ സ്ത്രീകളാണ്. പക്ഷെ അവർ പറഞ്ഞത് എന്താ? അവർ പറഞ്ഞത് യുവമോർച്ച ചെയ്തതാണ് തെറ്റ്, പരസ്യമായി ആൺകുട്ടികളും പെൺകുട്ടികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോട്ടെ, അവരെന്തോ ചെയ്തോട്ടെ, അത് പ്രശ്നമല്ല, യുവമോർച്ച ചെയ്തതാണ് തെറ്റ് എന്നാണ് ഇപ്പോൾ അപർണ പറഞ്ഞു നിർത്തിയത്. ഞങ്ങൾ പറയുന്നത് കേരളത്തിൻ്റെ അപകടകരമായ സൂചനയാണിത്. ഇത് അപർണ ഈ ചാനലിലൂടെ ഇത് പറയുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ അപർണ ഞങ്ങളെ തെറ്റ് പറയും, മീഡിയ വൺ ചിലപ്പോൾ ഞങ്ങളെ തെറ്റ് പറയും. പക്ഷേ കേരളത്തിലെ ലക്ഷക്കണക്കിന് രക്ഷകർത്താക്കളും കുടുംബങ്ങളും ഞങ്ങളെ അനുകൂലിക്കും, ഞങ്ങൾക്കൊരു സംശയവും വേണ്ട. യഥാർത്ഥ പ്രശ്നം എന്താ? ഇവിടെ പൊതു ഇടങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെ ഇടപെടണം, അത് ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഗർഭനിരോധന ഉറകൾ വരെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അത് ദൃശ്യങ്ങളിലാക്കി അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സംവിധാനം. ഇതേപ്പറ്റി എന്താ ചർച്ച ചെയ്യാത്തത്? ഇതേപ്പറ്റി എന്താ അന്വേഷിക്കണമെന്ന് പറയാത്തത്? മറ്റൊരു കാര്യം, ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ഇതാണ്. ആ സ്ഥാപനത്തിൽ നടന്ന ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളെ പറ്റി അന്വേഷിക്കണം, CCTV പിടിച്ചെടുക്കണം, ഞങ്ങൾ കൊടുത്ത തെളിവുകൾ പരിശോധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടികൾ എടുക്കാൻ സർക്കാരും പോലീസും തയ്യാറാകണം. മറ്റൊരു കാര്യം, മുഹമ്മദ് റിയാസ് ഇവിടെ സൂചിപ്പിച്ചു യുവമോർച്ചയുടെ സമരങ്ങളെപ്പറ്റി. കഴിഞ്ഞ ഓണക്കാലത്ത് കേരളത്തിലെ ബാറുകൾ മുഴുവൻ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു, കേരളത്തിലെ ബിവറേജ് ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാനും. ബാറുകൾ, ഒരു ബാർ മുതലാളികളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പൈസ വാങ്ങിയിട്ടില്ല. DYFIയുടെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും
യൂത്ത് കോൺഗ്രസിന്റെ ഈ നേതാക്കന്മാർ ബാർ മുതലാളികളായിട്ടുണ്ട്, ബാർ നടത്തുന്ന ആളുകളുണ്ട്. അവരുടെ പേര് വിവരം വരെ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ 80% മദ്യങ്ങൾ വിൽക്കപ്പെടുന്നത് ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ കൂടിയിട്ടാണ്, സർക്കാർ സംവിധാനത്തിലൂടെയാണ്. അതല്ല നമ്മുടെ വിഷയം. മുഹമ്മദ് റിയാസ്, ഇവിടെ മുൻപ് അപർണയും ഹസ്നയും ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിൽ ഇത്തരം മനോഭാവം സൃഷ്ടിച്ചെടുക്കുന്നതിൽ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്കും യുവജന സംഘടനകൾക്കും പങ്കുണ്ട് എന്നവർ ആരോപിക്കുന്നു. കാരണം റിയാസിന് ഓർമ്മയുണ്ടാകും, സോളാർ വിവാദം ഉണ്ടായപ്പോൾ കേരളത്തിലെമ്പാടുമുണ്ടായ ഡിവൈഎഫ്ഐയുടെ തന്നെ ഫ്ലെക്സുകളിൽ സരിതയുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ സരിതയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അവരെ അപഹസിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിലെമ്പാടും സ്ഥാപിച്ചത് ഡിവൈഎഫ്ഐയും CPM-ഉം LDF-ഉം എല്ലാമാണ്. അതുകൂടാതെ കോൺഗ്രസ് നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താനെയും ഒരു സ്ത്രീയെയും ഒരു വീട്ടിനുള്ളിൽ രാത്രി വളഞ്ഞു വെച്ച് മർദ്ദിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും പോലീസിലേൽപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ കേരളത്തിലൊരു DYFI-കാരനും ഉൾപ്പെട്ടിട്ടില്ല എന്ന് റിയാസിന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഇത്തരം നിരവധി സംഭവങ്ങളിൽ DYFI-യുടെ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. ഈ അർത്ഥത്തിൽ യുവജന സംഘടനകൾ പോലും ഇത്തരത്തിലുള്ള സദാചാര പോലീസിങ്ങിന് നേതൃത്വം നൽകുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത്. ഇതിൻ്റെ പങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൈ കഴുകാനാവില്ല. അല്ല, പൊതുവൽക്കരിക്കരുത്. പിന്നെ നമ്മളൊരു വിഷയം ഉന്നയിക്കുന്ന സമയത്ത് അത് വാസ്തവമായിരിക്കണം. ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. 2 കാര്യങ്ങൾ. ഒന്ന്, ഈ സരിത വിഷയം യഥാർത്ഥത്തിൽ ഈ ഗ്ലോബലൈസേഷൻ പീരീഡിൽ, ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ സ്ത്രീയും ഒരു വിൽപ്പന ചരക്കാക്കാനുള്ള ശ്രമമാണ് ബോധപൂർവം തൽപര കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം കൂടിയായിട്ട് വേണം ഈ സരിത വിഷയത്തെ കാണാൻ. അങ്ങനെ വേണം കാണാൻ. സ്ത്രീയെ ഒരു വിൽപ്പന ചരക്കാക്കി കാണുന്ന ഒരു പ്രത്യേകതരം ഒരു നയം അല്ലെങ്കിൽ ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് വരും. അതിൻ്റെ ഭാഗമായിട്ട് വേണം അതിനെ കാണാൻ. അത് ആ രീതിയിലാണ് DYFI കണ്ടിട്ടുള്ളത്. രണ്ടാമത്തത്, രാജ്മോഹൻ ഉണ്ണിത്താൻ സരിതയെക്കുറിച്ച് അപഹാസ്യമായ വാക്കുകൾ പ്രയോഗിച്ചത് ഈ അർത്ഥത്തിൽ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി സ്ത്രീയെ വിൽപ്പന ചരക്കാക്കുകയായിരുന്നു LDF. അതെ, അല്ല അതിലൊരു കാര്യം, ഇപ്പം സരിത എന്നല്ല, അത് ഇനിയിപ്പോൾ ഒരു പുരുഷനായിക്കോട്ടെ, ആ പുരുഷനായാലും അല്ലെങ്കിൽ ഒരു സ്ത്രീ സരിതയായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അത് ആ രീതിയിൽ പറയും, അത് സ്ത്രീത്വത്തെ അപമാനിക്കലായിട്ടോ അല്ലെങ്കിൽ പുരുഷത്വത്തെ അപമാനിക്കലായിട്ടോ കാണേണ്ടതില്ല. കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമാണ്, അത് വേറെ കാര്യം. രണ്ടാമത്തെ വിഷയം ഇവിടെ അതൊരു സർക്കാരിൻ്റെ മധ്യവർത്തിയായി നടത്തുന്ന കച്ചവടങ്ങളുടെ സരിതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയാണ്. രണ്ടാമത്തെ വിഷയം, രാജ്മോഹൻ ഉണ്ണിത്താൻ വിഷയത്തിൽ DYFI വളഞ്ഞിട്ട് പിടിച്ചു എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. അവിടെ പോലീസ് എടുത്തിട്ടുള്ള നിലപാടിനെതിരെ ജനരോഷം ആളിക്കത്തിയിരുന്നു. പോലീസ് വരെ സംരക്ഷിക്കാനുള്ള സമീപനം, അതായിരുന്നു വിഷയമായത്. പിന്നെ ഒളിഞ്ഞു നോക്കാനുള്ള പ്രവണതകൾ, ഇത്തരം പ്രവണതകൾ സാധാരണ ജനങ്ങൾ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? കർണാടകയിലെ BJP MLA-മാർ സഭ കൂടുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ ഒരുമിച്ച് നീലചിത്രം കണ്ട കാര്യങ്ങൾ പുറത്തു വന്നതല്ലേ? എൻ്റെ ചോദ്യം ഇതാണ്. ഇവിടെ ശ്രീ മുരളീധരൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിലപാടിനെ കുറിച്ച് സുധീറിന്റെ അഭിപ്രായം എന്താണ്? സുധീർ ആ പാർട്ടിയിലുള്ള ആളല്ലേ? ആ നിലപാടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി ഇടപെടുന്നതിന് പകരം ഒരു മംഗലാപുരം മോഡലോ മുംബൈ മോഡലോ നടപ്പിലാക്കാൻ കേരളത്തിൽ സാധിക്കില്ല. കേരളം ഒരു മതനിരപേക്ഷ കേരളമാണ്. അതുപോലെ തന്നെ കേരളത്തിന് മറ്റൊരു പ്രത്യേകത, കപട സദാചാര ബോധത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തരം പ്രവണതകളെ അതേ അർത്ഥത്തിൽ കണ്ട് ഒരേപോലെ എതിർക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. ഈ സ്ഥാപനത്തിൽ നിരവധി കുടുംബങ്ങൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിരവധി കുടുംബങ്ങൾ വരുന്നുണ്ട്. സുധീറിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ അവരൊക്കെ തന്നെ ഈ ചാനൽ കാണുന്നുണ്ട്. അവരിലും അവരുടെ ബന്ധുക്കളും ഉണ്ടായിട്ടുള്ള വികാരമുണ്ട്. അവരെ ഉൾപ്പെടെ മോശമാക്കുന്ന രീതിയിലാണ് ഇത്തരം ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് തെറ്റെന്ത് ശരിയെന്തെന്ന് പറഞ്ഞു പോകുന്നത് വ്യക്തിപരമായ ആരോപണമോ പ്രത്യാരോപണത്തിലേക്കോ പോകാതെ തെറ്റും ശരിയും മനസ്സിലാക്കിക്കൊണ്ട് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള നിലപാട് വെച്ചുകൊണ്ട് യുവമോർച്ചയും പരിശോധിക്കണമെന്നാണ്. താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ, ഇവിടെ കേരളത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച്, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ലിംഗപരമായ വിവേചനങ്ങളെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അതേ ശക്തിയിൽ അതിലധികം വർദ്ധിത വീര്യത്തോടുകൂടി തന്നെ ഒരു യാഥാസ്ഥിതിക നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കേരളം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഒരു വിക്ടോറിയൻ സദാചാര കാലഘട്ടത്തിലെ സ്ത്രീ പുരുഷ ബന്ധത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളം ഈ അർത്ഥത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കാര്യത്തിൽ മുൻപോട്ടാണോ പിൻപോട്ടാണോ പോകുന്നത്?
കേരളത്തില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണ നമ്മുടെ കേരളീയ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ബോധം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ആൺബോധമാണ്. പെണ്ണ് എന്തുടുക്കണം, എങ്ങനെ നടക്കണം, എവിടെ ഇരിക്കണം, ആരോട് സംസാരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇവിടുത്തെ ആണുങ്ങളാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇവിടുത്തെ സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ നിൽക്കുന്ന കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ ഇതെല്ലാം നിൽക്കുന്നത് ആണിന്റെ കേന്ദ്രീകൃതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമുക്ക് അറിയാം, സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളുടെ പല പേജ്, സരിതയുടെ പോസ്റ്റോ, സരിത പോട്ടെ, ഇവിടുത്തെ അൻസിവ ഹസൻ എന്ന് പറയുന്ന ഒരു മലയാള സിനിമാ നടിയുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കുക. അപ്പൊ മനസ്സിലാവും ഇവിടുത്തെ പുരുഷന്മാരുടെ വൈകൃതവും വൈകല്യവും. അതായത് ഏതൊരു പെണ്ണിന്റെയും ശരീരത്തെ ഞങ്ങൾക്ക് കാമപൂർത്തിയോടുകൂടി നോക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ സ്ത്രീകൾ, കൊയ്യാൻ പോയിരുന്ന സ്ത്രീകൾ ഉടുത്തിരുന്നത് മുണ്ടും റൗക്കയുമാണ്. അവരുടെ വയറ് കാണാം, മാറിടങ്ങൾ കാണാം, അവർ ഷോളിട്ട് മറച്ചിരുന്നില്ല. അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മൾ ചുരിദാറിട്ട്, ചുരിദാറിന്റെ പുറത്ത് ഷോളിട്ട്, അല്ലെങ്കിൽ ജീൻസും കുർത്തയും ഇട്ട് നടക്കുമ്പോൾ പോലും അതിനകത്തുകൂടി പോലും ശരീരത്തെ ഒളിഞ്ഞു നോക്കാനുള്ള പ്രവണതയാണ് കണ്ടുവരുന്നത്. അത്തരം അവസ്ഥകൾ എടുത്ത് നോക്കുമ്പോൾ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും, അത് സുഹൃത്തായി, ഹലോ റൈറ്റ്, വളരെയധികം നന്ദി ഹസ്ന, അഡ്വക്കേറ്റ് സുധീർ, മുഹമ്മദ് റിയാസ്, അപർണ ശശിധരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ജോയ് മാത്യു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് സമാപിക്കുന്നു. ശുഭരാത്രി.